justice can't you hear? ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശങ്ങൾക്കായുള്ള സ്വരമുയർന്നപ്പോൾ ഇന്ത്യയിലെ പൂനെ തെരുവീഥികൾ അക്ഷരാർത്ഥത്തിൽ പ്രോലൈഫ് മൂല്യങ്ങളുടെ പ്രഘോഷണ വേദിയായി മാറുകയായിരുന്നു. നാഷണൽ മാർച്ച് ഫോർ ലൈഫിൽ ഭാരതത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ളവരാണ് ഉറച്ച നിലപാടുകളുമായി കടന്നുവന്ന് ജീവന്റെ സംരക്ഷണാർത്ഥമുള്ള റാലിക്ക് ഐക്യദാർഢ്യം അറിയിച്ചത്. ഇന്ത്യയിൽ 2ാം പ്രാവശ്യമാണ് മാർച്ച് ഫോർ ലൈഫ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഭാരത ചരിത്രത്തിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് 1971 ഓഗസ്റ്റ് 10 ഗർഭചിത്രത്തിന് നിയമസാധുത നൽകുന്ന MTP ആക്ട് പാസാക്കിയതിന്റെ അനുസ്മരണ ദിനത്തിലാണ് മാർച്ച് ഫോർ ലൈഫിന് ഓഗസ്റ്റ് 10 പൂനെയിൽ വേദിയൊരുങ്ങിയത്. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാരസ് ഇന്ത്യയാണ് റാലിക്ക് നേതൃത്വം നൽകിയത്. സ്വരമില്ലാത്തവരുടെ സ്വരമായി ജീവന്റെ മൂല്യം പ്രഘോഷിച്ചുകൊണ്ട് ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രോലൈഫ് പ്രവർത്തകർ പൂനെയിൽ സമ്മേളിച്ചു. പൂനെ രൂപതയാണ് ഭാരതത്തിലെ 2ാമത് മാർച്ച് ഫോർ ലൈഫിന് ആതിഥേയത്വം വഹിച്ചത്. സെന്റ് പാട്രിക്സ് കത്തീഡ്രൽ ഹാളിൽ രാവിലെ 10 മുതൽ 12 വരെ നടത്തപ്പെട്ട എക്സിബിഷൻ ഫോർ ലൈഫോടെയാണ് മാർച്ച് ഫോർ ലൈഫിന് തുടക്കമായത്. ഗർഭാവസ്ഥയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള മനുഷ്യജീവിന്റെ ദൃശ്യാവിഷ്കാരവും ബോധവൽക്കരണവും എക്സിബിഷന്റെ ഭാഗമായി. അബോർഷൻ ചെയ്യുക വഴി മാനസികമായും ശാരീരികമായും സ്ത്രീകൾ നേരിട്ടേക്കാവുന്ന പ്രത്യാഘാതങ്ങളും സർവോപരി ജീവന്റെ മേൽ ദൈവത്തിന് മാത്രമുള്ള അധികാരവും വിവിധ രീതികളിൽ എക്സിബിഷനിൽ ആശയ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ പൊതുസമ്മേളനമായിരുന്നു. പ്രോലൈഫ് നേതാക്കൾ, പ്രവർത്തകർ, അഭിഭാഷകർ എന്നിവരിൽ നിന്നുള്ള പ്രചോദനാത്മകമായ സാക്ഷ്യങ്ങളും പ്രഭാഷണങ്ങളും മാർച്ചിന്റെ ഭാഗമായി. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പോണ്ടിച്ചേരി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കലിസ്റ്റ്, കാരസ് ഇന്റർനാഷണൽ മെമ്പർ ഷെവിലർ സിറിൽ ജോൺ എന്നിവർ പ്രഭാഷണം നടത്തി. കേരളത്തിൽ നിന്നുള്ള പ്രോലൈഫ് പ്രവർത്തകരുടെ സാന്നിധ്യം കേരള സഭയ്ക്ക് അഭിമാനമായി. കേരള പ്രോലൈഫ് രംഗത്തെ സജീവ സാന്നിധ്യമായ ജോയ്ഫുൾ 6 കുടുംബത്തിന്റെ സാക്ഷ്യവും ഗാനാവിഷ്കാരവും വിശേഷാൽ ശ്രദ്ധ നേടി. ദിവ്യകാരുണ്യ ആരാധനയും പ്രാർത്ഥനയും സമ്മേളനത്തിന്റെ ഭാഗമായി. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് മാർച്ച് ഫോർ ലൈഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഓരോ മനുഷ്യന്റെയും ജീവന്റെ അന്തസ്സും മൂല്യവും സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയിൽ നടന്ന റാലിയിൽ ഐക്യത്തോടെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ളവർ അണിചേർന്നു. ഗർഭസ്ഥ ശിശുവിന് ജീവിക്കുവാനും ജനിക്കുവാനുമുള്ള അവകാശത്തിനായി സ്വരമുയർത്തി രാജ്യത്തെ പ്രോലൈഫ് സമൂഹം നടത്തുന്ന ഏറ്റവും വലിയ മാർച്ചിനാണ് പൂനെ വേദിയായത്. ബാനറുകളും പ്ലക്കാർഡുകളും ഏന്തി വിവിധങ്ങളായ പ്രോലൈഫ് ആവശ്യങ്ങൾ മാർച്ചിൽ ഉന്നയിക്കപ്പെട്ടു. ജീവൻ മനുഷ്യാവകാശം, ഭ്രൂണഹത്യ കൊലപാതകമാണ്, ദൈവം ജീവന്റെ ദാതാവ്, നിങ്ങളുടെ അമ്മ ചെയ്തതുപോലെ ജീവൻ തിരഞ്ഞെടുക്കുക എന്നീ വാക്യങ്ങൾ പ്ലക്കാർഡുകളിൽ ഇടം നേടി. 1971 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് നിയമവിധേയമാക്കിയതുവഴി പ്രതിവർഷം ഇന്ത്യയിൽ ഗർഭപാത്രത്തിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെടുന്ന 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ റാലിയിൽ പ്രാർത്ഥനയോടെ സ്മരിച്ചു. വിശുദ്ധ മദർ തെരേസയുടെയും വിശുദ്ധ ജോൺ പോൾ II പാപ്പയുടെയും പ്രോലൈഫ് ഉദ്ധരണികൾ മാർച്ചിന്റെ മുഖ്യ സവിശേഷതയായി. മാർച്ചിനിടെ ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശങ്ങൾക്കായി രേഖാമൂലമുള്ള മെമ്മോറാണ്ടം സമർപ്പിക്കാൻ ഒരു പ്രതിനിധി സംഘം പൂനെ കളക്ടറേറ്റിലേക്ക് പോയി. ജീവൻ പാവനമാണ് എന്ന ലിഖിതത്തോടെ അജാത ശിശുക്കളുടെ സ്മരണാർത്ഥവും 2023 മാർച്ച് ഫോർ ലൈഫിന്റെ സ്മാരകമായും ശിലാഫലകം കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആശീർവദിച്ച് സ്ഥാപിച്ചു. രാത്രി 7 മണിക്ക് ദിവ്യബലിയോടെ പരിപാടികൾക്ക് സമാപനമായി. കൂടാതെ അഖിലേന്ത്യാ മാർച്ച് ഫോർ ലൈഫ് 2024 തൃശൂരിൽ നടത്താനും തീരുമാനമായി. 2024 പതാക തൃശൂർ അതിരൂപത പ്രതിനിധികൾ ഏറ്റുവാങ്ങി. പൂനെയിൽ എത്തിച്ചേർന്ന അതിരൂപത ജോൺ പോൾ പ്രോലൈഫ് സമിതിയുടെ പ്രസിഡന്റ് രാജൻ ആന്റണിയും വൈസ് പ്രസിഡന്റും KCBC പ്രോലൈഫ് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ജെയിംസ് ആഴ്ചങ്ങാടനും യൂത്ത് പ്രതിനിധി ജോൺ ജെയിംസും അടങ്ങുന്ന സംഘമാണ് തൃശൂർ അതിരൂപതയ്ക്ക് വേണ്ടി പതാക ഏറ്റുവാങ്ങിയത്. ഇന്ത്യയിൽ പ്രതിവർഷം 15.6 ദശലക്ഷത്തിലധികം ഗർഭചിത്രങ്ങൾ നടക്കുന്നതായാണ് ഗട്ട്മാക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്നിട്ടും ഗർഭചിത്രത്തെ സംബന്ധിച്ച അവബോധത്തിന്റെയും അറിവിന്റെയും കാര്യത്തിൽ രാജ്യം വളരെ പിന്നിലാണെന്ന വസ്തുതയും മാധ്യമങ്ങളും പൊതുബോധവും വിഷയത്തിന്റെ ഗൗരവം നിസ്സാരവൽക്കരിക്കുകയാണെന്നുമുള്ള യാഥാർത്ഥ്യവും കണക്കിലെടുത്താണ് ദേശീയ പ്രോലൈഫ് മാർച്ചിന് ഇന്ത്യയിൽ 2022 തുടക്കം കുറിച്ചത്.